എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ ലിയ, ഞാൻ ലക്ഷ്മി, ഞാൻ രണ്ട് വ്ലോഗേഴ്സ് ആണ്. ഞങ്ങൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? തൃപ്പൂണിത്തുറ മെട്രോയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന തൃപ്പൂണിത്തുറ സെന്റർ CTP സ്കൂളാണ് കൂട്ടുകാർ നമ്മളിപ്പോ നിൽക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷം ഈ സ്കൂളിൽ നടന്ന വിശേഷങ്ങളുമായി നമ്മോട് ചേരുന്നു HM, PTA, MPTA അംഗങ്ങൾ, ടീച്ചിങ്, നോൺ ടീച്ചിങ് സ്റ്റാഫ്, പിന്നെ ഇവിടുത്തെ കുട്ടിക്കുരുന്നുകളും. ഇവരെല്ലാം കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വ്ലോഗ്. എന്നാ നമുക്ക് പോയാലോ? സിസ്റ്ററിലൂടെ ഈ സ്കൂളിലെ കൂടുതൽ വിശേഷങ്ങൾ നമുക്കറിയാം. നമ്മുടെ ഓഫീസും. അപ്പൊ നമുക്ക് പോയാലോ? കുടുംബത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അജ്ഞാന വിടത്ത് മാറ്റി ജ്ഞാനത്തിൽ വളരുക എന്ന ചാവട്ടികാവിന്റെ ദർശനം ഉൾക്കൊണ്ട് CSE വിമല എഡ്യൂക്കേഷൻ ഏജൻസിയുടെ കീഴിൽ സ്ഥാപിതമായ സ്ഥാപനമാണ് ഞങ്ങളുടേത്. 1947 ഞങ്ങളുടെ സ്കൂൾ സ്ഥാപിതമായത്. ഇന്ന് 77 വർഷങ്ങൾ പിന്നിടുകയാണ്. ഈ വർഷത്തെ പ്രവേശനോത്സവം വളരെ ഗംഭീരമായി ഞങ്ങൾ നടത്തി. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ 635 കുട്ടികൾ ഇവിടെ വിദ്യാഭ്യസിച്ചു വരുന്നു. കൂടാതെ LKG വിഭാഗത്തില് 75 കുട്ടികളും ഈ വിദ്യാലയത്തിൽ അധ്യാപനം നടത്തുന്നു. ഓരോ മാസവും കുട്ടികളുടെ ജന്മദിനം വളരെ കാര്യമായി ഞങ്ങൾ ആഘോഷിക്കുന്നു. കുട്ടികൾക്ക് സ്കൂളിലേക്ക് വരുന്നതിന് പോകുന്നതിനുമായി യാത്രാ സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അർപ്പണ മനോഭാവത്തോടെ നല്ല ഡ്രൈവർമാരും ആയുമാണ് ഞങ്ങളുടെ വിദ്യാലയത്തില് കുഞ്ഞുങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്നു. ഇങ്ങനെയുള്ള വിശേഷങ്ങൾ PTA അംഗങ്ങളോടും അധ്യാപകരോടും കുട്ടികളോടുമായി നിങ്ങൾക്ക് ചോദിച്ചറിയാം. ഒരു സ്കൂളിലെ പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് PTA, MPTA കമ്മിറ്റികൾ. ആദ്യം അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് നമുക്ക് അറിഞ്ഞാലോ? ഹായ്, ഞാൻ എൻ്റെ ഇവിടുത്തെ PTA പ്രസിഡന്റ് ഡോക്ടർ ബിന്ദ്യ ഭാസ്കരൻ. ഞാൻ PTA പ്രസിഡന്റ് നെസ്നി. നമ്മൾ വളരെ കാലമായി തന്നെ PTA, MPTA ഈ സ്കൂളിൽ വളരെ നന്നായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോരോ കാര്യങ്ങളും വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് തന്നെ ടീച്ചേഴ്സിന്റെ കൂടെ കൂടി മാനേജ്മെന്റിന്റെ കൂടെ കൂടി വളരെയധികം നല്ല പ്രവർത്തനങ്ങൾ ഞങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കുട്ടികൾക്കും മാതാപിതാക്കൾക്കുമായി ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കാറുണ്ട്. പ്രത്യേകിച്ച് പാരന്റിങ്ങിനെ പറ്റിയുള്ള ക്ലാസുകൾ. അത് കുഞ്ഞുങ്ങൾക്ക് മാനസികമായും ഭൗതികമായുമുള്ള വികാസങ്ങൾക്ക് വേണ്ടി ഉപകരിക്കുന്ന പല ക്ലാസുകളുമായിരുന്നു. അതുപോലെ നമ്മുടെ ഇപ്പോഴത്തെ ഈ റൂഫ് കണ്ടില്ലേ, ഈ റൂഫ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ MP ശ്രീ ഹൈബി ഈഡൻ നമ്മുടെ സ്കൂളിന് വേണ്ടി സംഭാവന ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ ടോയ്ലറ്റ് ബ്ലോക്ക് ഉണ്ട്. ശ്രീ ബാബു MLA, നമ്മുടെ തൃപ്പൂണിത്തുറയുടെ പ്രിയങ്കരനായ ബാബു MLA സംഭാവന ചെയ്തതാണ് നമ്മുടെ ഈ കുഞ്ഞു മക്കൾക്കുള്ള ടോയ്ലറ്റ് ബ്ലോക്കും. അതുപോലെ നമുക്ക് പുതിയതായിട്ടൊരു വാട്ടർ പ്യൂരിഫയർ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അത് മുനിസിപ്പാലിറ്റിയാണ് നമുക്ക് ഡൊണേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ സ്കൂളിൽ ധാരാളം പരിപാടികൾ നടക്കാറുണ്ട്. ഓണം സെലിബ്രേഷൻ, ക്രിസ്മസ് സെലിബ്രേഷൻ. ഓണം സെലിബ്രേഷൻ ആണെങ്കിൽ നമ്മളിവിടെ പായസം വിതരണം, സദ്യ കൊടുക്കലൊക്കെ ഉണ്ട്. ആ സമയത്ത് നമ്മൾ PTA-കാരും MPTA-കാരും സ്കൂളിലെത്തുകയും മക്കൾക്ക് അതിനുവേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട്. ക്രിസ്മസ് സെലിബ്രേഷൻ നമ്മുടെ സ്കൂളിൽ കേക്ക് കൊടുക്കാറുണ്ട്. അപ്പോഴും നമ്മൾ ഇവിടെ വന്ന് നമ്മുടെ സാന്നിധ്യം അറിയിക്കാറുണ്ട്. ഇനിയും നമ്മുടെ സ്കൂളിന് വേണ്ട സഹകരണവും ഞങ്ങളിൽ നിന്നും ഉണ്ടാവും. PTA, MPTA അംഗങ്ങൾ സ്കൂളിന് വേണ്ടി ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് അറിയാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ സ്കൂളിൽ കുറേയധികം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടല്ലേ? ഞാനിവരുടെ യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ടീച്ചേഴ്സിനോട് മറ്റു വിവരങ്ങൾ ചോദിച്ചറിയാം. സിസ്റ്റർ ഞങ്ങളോട് ഏത് ആക്ടിവിറ്റീസിനെ കുറിച്ചാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്? ക്ലബ്ബുകളുടെ പ്രവർത്തനങ്ങളെ കുറിച്ചായാലോ? ഞങ്ങളുടെ സ്കൂളിൽ മാത്തമാറ്റിക്സ്, സോഷ്യൽ സയൻസ്, സയൻസ്, ഹെൽത്ത് ആൻഡ് നേച്ചർ ആൻഡ് ഹെൽത്ത്, വിദ്യാരംഗം തുടങ്ങിയ ക്ലബ്ബുകളുടെ പ്രവർത്തനങ്ങൾ സജീവമായി തന്നെ നടന്നു വരുന്നു. അതിനായി സ്കൂൾ വർഷ ആരംഭത്തിൽ തന്നെ ജൂലൈ മാസത്തിൽ ക്ലബ്ബ് അംഗങ്ങൾ ഒരുമിച്ച് ചേർന്ന് പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുകയും ആ ഒരു വർഷത്തെ ദിനാചരണങ്ങളെക്കുറിച്ച് വിലയിരുത്തി അതിൻ്റെ പ്രവർത്തനങ്ങൾ ചാർട്ട് ചെയ്യുകയും അത് സജീവമായി നടപ്പിലാക്കുകയും ചെയ്തു വരികയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതിൽ കുട്ടികൾ സജീവമായി പങ്കെടുക്കുന്നു എന്നുള്ളതാണ് കൂടുതൽ അഭിമാനകരമായ കാര്യം. അതുവഴി കുട്ടികൾക്ക് നൂതനമായ ആശയങ്ങൾ സ്വന്തമാക്കാനും പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് കടന്നു വരാനും പ്രവർത്തിക്കാനും അവർക്ക് കഴിയുന്നുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഈ കൊല്ലത്തെ ശാസ്ത്രമേളയെ കുറിച്ച് നമ്മളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് സിസ്റ്റർ രജിയാണ്. നമ്മുടെ സ്കൂളിലെ കുട്ടികൾ ഈ വർഷത്തെ സാമൂഹ്യ ശാസ്ത്ര പ്രവൃത്തി പരിചയമേളയിൽ വളരെ പ്രശംസാർഹമായ രീതിയിൽ തന്നെ പങ്കെടുത്തു. സ്കൂളിനെ അഭിനന്ദിക്കാൻ പറ്റുന്ന രീതിയിൽ ധാരാളം സമ്മാനങ്ങൾ അവർ വാങ്ങിച്ചു കൂട്ടി. നമ്മുടെ സ്കൂളിന്റെ അഭിമാനമാണ് കുട്ടികൾ ഓരോരുത്തരും. ഒത്തിരിയേറെ സമ്മാനങ്ങളാണ് അവർക്ക് കിട്ടിയത്.
കുട്ടികളോട് ചേർന്ന് ഞങ്ങളും അതിൽ അഭിമാനിക്കുന്നു. ജോസഫിലെ കുട്ടികളെല്ലാം ഭയങ്കര വൈബാണല്ലോ. പിന്നെ ഞങ്ങളുടെ കുട്ടികളൊക്കെ പൊളിയല്ലേ. സ്കൂളിലെ മറ്റു വിശേഷങ്ങൾ നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് സിസ്റ്ററിന്റെയാണ്. സിസ്റ്റർ ലളിതരുടെ ശാസ്ത്രമേളകളെ കുറിച്ചുള്ള നിങ്ങൾ കേട്ടു. സെന്റ് ജോസഫിലെ കുട്ടികൾ കലാകായിക മേളകളിൽ ഒട്ടും പുറകിലായിരിക്കില്ലല്ലോ. പാഠ്യവിഷയങ്ങളിൽ മാത്രമല്ല, സബ് ജില്ലാ കലോത്സവത്തിലും കായിക മേളകളിലും നമ്മുടെ കുട്ടികൾ വിവിധ ഇനങ്ങളിൽ പങ്കെടുത്ത് എ ഗ്രേഡ് സ്വന്തമാക്കി നമ്മുടെ വിദ്യാലയത്തെ കൂടുതൽ പ്രശോഭിതമാക്കി. തക്കുടു സംസ്ഥാന കായികമേളയുടെ ആസ്ഥാനമായിരുന്നു എറണാകുളം. അതിന്റെ ഭാഗമായി തീർന്ന് ചരിത്രത്തിൽ സ്ഥാനം പിടിക്കാൻ കഴിഞ്ഞു എന്നതിൽ നമ്മുടെ വിദ്യാലയത്തിന് ഏറെ അഭിമാനമുണ്ട്. കലാകായികമേളയെ കുറിച്ചുള്ള ഞങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ കുട്ടികളെ, ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സെന്റ് ജോസഫ് സ്കൂളിന്റെ കരുത്തായ സ്റ്റുഡന്റ് കൗൺസിൽ അംഗങ്ങളെയാണ്. ഞാൻ UP സ്കൂൾ ലീഡർ. എന്റെ പേര് ഗൗരി നന്ദിനി. ഞാൻ LP സ്കൂൾ ലീഡർ. സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ വഴിയാണ് ഞങ്ങളെ സ്കൂൾ ലീഡർ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തത്. ഞങ്ങളുടെ ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനങ്ങളിലൂടെ വിദ്യാലയത്തിലെ എല്ലാ ദിനാചരണങ്ങളും അതിന്റെ പ്രസക്തിയോടെ ആഘോഷിക്കുവാനും ദിനാചരണ സന്ദേശങ്ങൾ എല്ലാ കുട്ടികളിലേക്ക് എത്തിക്കുവാനും കഴിഞ്ഞു. യുവജാലങ്ങളുടെ നേതൃത്വത്തിന് വെല്ലുവിളി ഉയർത്തുന്ന ഈ സാഹചര്യത്തിൽ പരിസ്ഥിതി ദിനം ആഘോഷിക്കും. PN പണിക്കരുടെ അനുസ്മരണാർത്ഥം വായനാ ദിനത്തോടനുബന്ധിച്ച് ലൈബ്രറി ഉദ്ഘാടനം ചെയ്തും 77ാം സ്വാതന്ത്ര്യ ദിനവും സമാധാനത്തിനുള്ള സന്ദേശം നൽകിക്കൊണ്ട് ഹിരോഷിമ നാഗസാക്കി ദിനവും കർഷക ദിനവും ഡോക്ടർ S രാധാകൃഷ്ണന്റെ ജന്മദിനമായ സെപ്റ്റംബർ 5 അധ്യാപക ദിനവും ശിശുദിനാഘോഷം എന്നിവയിലൂടെയെല്ലാം ദിനാചരണങ്ങളുടെ പ്രാധാന്യവും പ്രസക്തിയും കുട്ടികളിലേക്ക് എത്തിക്കാനും കഴിഞ്ഞു. സ്കൂളിലെ വിദ്യാരംഗം ക്ലബിനെ കുറിച്ച് നമുക്ക് സിസ്റ്റർ ആൻമേരോട് ചോദിച്ചറിയാം. കുട്ടികളുടെ സർഗശേഷി വികസിപ്പിക്കുന്നതിന് നമ്മുടെ വിദ്യാലയത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് വിദ്യാരംഗം കലാസാഹിത്യവേദി. മനുഷ്യത്വം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യമാണ് ഈ വിദ്യാരംഗം കലാസാഹിത്യവേദിക്കുള്ളത്. ഈ അധ്യയന വർഷം ഈ കലാസാഹിത്യവേദിയുടെ ഭാഗമായിട്ട് നമ്മുടെ വിദ്യാലയത്തിൽ വിവിധതരം മത്സരങ്ങളിൽ കുട്ടികൾ പങ്കെടുക്കുകയും ഒപ്പം 1ാം സ്ഥാനം കരസ്ഥമാക്കുകയും ചെയ്തു. വിദ്യാർത്ഥികളെ സ്പിരിച്വലായിട്ട് വളർത്തുന്നത് സെന്റ് ജോസഫിലെ അധ്യാപകർ കുറേയധികം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമുക്ക് ആ വിശേഷങ്ങളിലേക്ക് പോയാലോ? ഭൗതിക വളർച്ചയോടൊപ്പം ആത്മീയ വളർച്ചയ്ക്കും ഞങ്ങൾ സ്കൂളിൽ പ്രാധാന്യം നൽകുന്നുണ്ട്. അതിനായി KCSL, പ്രയർ ഗ്രൂപ്പ്, കാർമൽ ബഡ്സ് തുടങ്ങിയ സംഘടനകൾ ഇവിടെ നന്നായി പ്രവർത്തിച്ചു വരുന്നു. ആഴ്ചയിൽ ഒരിക്കൽ ഞങ്ങൾ ഒരുമിച്ച് കൂടുകയും വചനം പങ്കുവയ്ക്കുകയും പ്രാർത്ഥന, മറ്റ് പ്രവർത്തനങ്ങൾ എന്നിവ നടത്തി വരികയും ചെയ്യുന്നു. അതിരൂപതാ തലത്തിൽ നടന്ന KCSL മത്സരങ്ങളിൽ ഞങ്ങൾ കുട്ടികൾ പങ്കെടുക്കുകയും ധാരാളം സമ്മാനങ്ങൾ നേടുകയും ചെയ്തു. ഞങ്ങളോട് ഇത്രയും കാര്യം ചെയ്തതിന് നന്ദി സിസ്റ്റർ. അപ്പൊ ഗൈസ്, ഇവിടെ ഉച്ചഭക്ഷണത്തിന് സമയമായിട്ടുണ്ട്. വളരെ രുചികരമായ ഭക്ഷണമാണ് കുട്ടികൾക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത്. നമുക്ക് ആ വിശേഷങ്ങളിലേക്ക് പോയാലോ? ജോസഫിന്റെ പാചക കലവറയുടെ മുൻപിലാണ് ഞങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്നത്. ഉച്ചഭക്ഷണം ചാർജുള്ള അധ്യാപകരാണ് ഞങ്ങൾ 3 പേരും. കുട്ടികൾക്കായി പോഷക സമൃദ്ധമായിട്ടുള്ള വിഭവങ്ങൾ നൽകുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്നു. മാത്രമല്ല, എല്ലാ ദിവസവും 2 കറികൾ വീതമാണ് കുട്ടികൾക്ക് നൽകുന്നത്. ആഴ്ചയിൽ 2 ദിവസം പാലും 1 ദിവസം മുട്ടയും കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ട്. വിശേഷ ദിനങ്ങളിൽ ഞങ്ങൾ കുട്ടികൾക്ക് ഫ്രൈഡ് റൈസ്, ചിക്കൻ കറി, രുചികരമായ പായസം എന്നിവ കുട്ടികൾക്ക് നൽകുന്നുണ്ട്. ഭക്ഷണം കൂടാതെ മുനിസിപ്പാലിറ്റി നൽകി വരുന്ന പ്രഭാത ഭക്ഷണവും നാം ഇവിടെ നൽകി വരുന്നു. രുചികരമായ പുട്ട്, കടല, ദോശ, ചപ്പാത്തി, പൂരി എന്നീ വിഭവങ്ങൾ നൽകി വരുന്നതിലൂടെ രാവിലെ ഭക്ഷണം കഴിക്കാതെ വരുന്ന വിദ്യാർത്ഥികൾക്കും ജോലിക്ക് പോകുന്ന മാതാപിതാക്കൾക്കും ഇത് വളരെയേറെ സഹായകമാണ്. ഇതിനെല്ലാം സഹായിക്കുന്നതിനായി നമ്മുടെ കൂടെ സൂര്യയും മോളി ചേച്ചിയും ഉണ്ട്. ഇൻഫോർമേഷൻ ടെക്നോളജി യുഗം എന്നത് 20ാം നൂറ്റാണ്ടിലെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഈ ഒരു യുഗത്തിലേക്ക് നമ്മുടെ കുട്ടികളെ വളർത്തുന്ന നമ്മുടെ മീര ടീച്ചറെ നമുക്കൊന്ന് പരിചയപ്പെടാം. ലാബുകൾ കൊടുക്കുന്നതിലൂടെ, അതായത് IT പ്രാക്ടിക്കൽ നൽകുന്നതിലൂടെ ചെറിയ കുട്ടികൾ മുതൽ വലിയ കുട്ടികൾക്ക് വരെ പല മേഖലകളിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ ഓരോ ആക്ടിവിറ്റിയും വ്യത്യസ്ത തരമാണ് ഓരോ ഘട്ടത്തിലും. ഇത് ചെയ്യുന്നതിലൂടെ കുട്ടികൾക്ക് പലതരം സ്കില്ലുകളും ഡെവലപ്മെന്റ് ചെയ്യുന്നു. ഉപജില്ലാ കലോത്സവത്തിൽ IT ക്വിസ് കോമ്പറ്റീഷൻ, ഡിജിറ്റൽ പെയിന്റിംഗ്, മലയാളം ടൈപ്പിംഗ് എന്നിവയ്ക്ക് പങ്കെടുക്കുകയും സമ്മാന അർഹരാകുകയും ചെയ്തു. ഇത് തന്നെ നമ്മുടെ നേട്ടമായി കാണുന്നു. അപ്പൊ ഗൈസ്, കുട്ടികളെ വിജ്ഞാനത്തിൽ വളർത്തുന്നതോടൊപ്പം തന്നെ അവരുടെ സോഷ്യൽ ആക്ടിവിറ്റിയിൽ സെന്റ് ജോസഫിലെ അധ്യാപകർ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്. ഈ സ്കൂളിലെ സോഷ്യൽ ആക്ടിവിറ്റീസിനെ കുറിച്ച് നമ്മളുമായി സംസാരിക്കാൻ പോകുന്നത് നിഷ ടീച്ചറാണ്. നമസ്കാരം. ഓരോ വിദ്യാർത്ഥിയും സമൂഹത്തിന്റെ ഭാഗമാണ് എന്ന തിരിച്ചറിവോടെ ഈ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ ചെയ്യുന്ന നന്മ പ്രവർത്തികൾ
തികച്ചും മാതൃകാപരമാണ്. നമ്മുടെ വിദ്യാർത്ഥികൾ ഉദയംപേരൂരിലുള്ള പരിപാലന ഭവൻ, അതുപോലെ ചിത്രപ്പുഴയിലെ തബീത്ത, പൂനമാവിലുള്ള മഡോണ സ്പെഷ്യൽ സ്കൂൾ എന്നീ സ്ഥാപനങ്ങൾ സന്ദർശിക്കുകയും അവിടെ ഉള്ള ശാരീരികവും മാനസികവുമായ വെല്ലുവിളികൾ അനുഭവിക്കുന്ന അന്തേവാസികൾക്കൊപ്പവും സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികളോടൊപ്പവും അതുപോലെ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട തബീത്ത എന്ന സ്ഥാപനത്തിലെ അന്തേവാസികൾക്കൊപ്പവും അവർ സമയം ചെലവഴിക്കുകയും തങ്ങൾക്കുള്ളത് പങ്കുവെക്കുകയും ചെയ്യുകയുണ്ടായി. കുട്ടികളുടെ കായികവും മാനസികവും ശാരീരികവുമായ ഉണർവിന് വേണ്ടിയിട്ട് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് യോഗ പരിശീലനവും കരാട്ടെ പരിശീലനവും ഇവിടെ നടത്തിവരുന്നു. We have received feedback from some of the teachers and students. Now it's time to hear from Bindu teacher. In our school, we conduct LSS, USS and international Olympiad exams to support the growth of the children. It helps us to find out the excellence in the students, and also many of them are promoted to the second level. We also conduct remedial classes for the students who find very difficult to study, and for the growth of English language, to enhance and enrich the English language, we continue to do the Hello English activities and eCube English Language Lab. We also promote reading English news in the class. ഇത്രയും സമയം നാം ഈ വിദ്യാലയം ചുറ്റിക്കാണുകയായിരുന്നു. ഈ ബ്ലോഗിന്റെ അവസാന ഭാഗത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ സ്കൂളിലെ മാനേജർ സിസ്റ്റർ ലിയയാണ്. വിദ്യാലയത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് വലിയ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്രിസ്തീയ രൂപീകരണം ലക്ഷ്യമാക്കിയാണ് ഞങ്ങളുടെ സഭാസ്ഥാപകനായ വിശുദ്ധ ചാവരി അച്ഛൻ ഞങ്ങളുടെ CMC സന്യാസിനി സമൂഹത്തിന് ആരംഭം കുറിച്ചത്. ഈ സെന്റ് ജോസഫ് കോൺവെന്റ് ഇവിടെ ആരംഭിച്ചിട്ട് 100 വർഷമാകുകയാണ്. ഈ അവസരത്തിൽ നല്ലവനായ ദൈവം ഞങ്ങളിലേക്ക് ചുരിഞ്ഞ അനന്തമായ നന്മകൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ കോൺവെന്റിനോട് ചേർന്ന് 3 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് പ്രവർത്തിക്കുന്നത്. ഈ ശതാബ്ദി നിറവിൽ ഞങ്ങൾ ആയിരിക്കുമ്പോൾ 100 കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇവിടുത്തെ അധ്യാപകരുടെയും കുട്ടികളുടെയും ഒരുമിച്ചുള്ള പ്രവർത്തനത്തിന്റെ ഫലമാണ് ഈ വിദ്യാലയത്തിന്റെ വിജയം. എവരെയും അഭിനന്ദിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇനിയും ഈ വിദ്യാലയം വളർന്ന് വികസിച്ച് ഫലം ചൂടി നിൽക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇത്രയും സമയം നമ്മൾ ജോസഫൈൻ കുടുംബത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. ഈ സഞ്ചാരത്തിൽ നമ്മളോടൊത്ത് പങ്കുകാരായ മാനേജർ, HM, PTA, MPTA അംഗങ്ങൾ, ടീച്ചിങ്, നോൺ ടീച്ചിങ് സ്റ്റാഫ്സ്, പിന്നെ എല്ലാ കുട്ടികൾക്കും ഞങ്ങളുടെ വക നന്ദി രേഖപ്പെടുത്തുന്നു.